ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ബാംഗ്ലൂർ പോവാണെന്ന്. അപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നമ്മുടെ റൂമൊന്നും കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതാണ് റൂമിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ. ഞാൻ വേറെ ബാക്കിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ഇവിടെ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഒരു 10 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ 9:30 കഴിഞ്ഞു. നമ്മൾ ഫ്രഷായി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. നമ്മൾ താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സെമിനാരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറയാം. നമ്മളുടെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് കേസ് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവിടെ നിന്ന്, നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവിടെ നിന്ന് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ അച്ഛന്മാരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ചപ്പാത്തി കുറുമക്കറി ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡ്. പിന്നെ ബട്ടറൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇവർക്ക് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ കുറേ ലവ് ബേർഡ്സ്, കോഴി, താറാവ് ഒക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾക്ക് സെമിനാരിയിൽ തന്നെ ഇവിടുന്ന് വളർത്തുന്ന കുറേ സാധനങ്ങളാണ് കേട്ടോ. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ പക്ഷികൾ, അതുപോലെ കോഴി, താറാവ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് പാത്തത്താറാവാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇവർക്ക് ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ അല്ല, ഈ ഒരു സെമിനാരിയിൽ നിന്ന് 30 കിലോമീറ്റേഴ്സ് അപ്പുറം എന്തോ ആയിട്ടാണ് ഇവരുടെ ഫാമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഇവർ ബ്രെഡ്, അതുപോലെ ബട്ടർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് അവിടെ എടുക്കുന്ന പച്ചക്കറികളായാലും എല്ലാതും അവർ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോഴികളുണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ് കോഴികൾ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ ടൈപ്പ് കോഴികളൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള കോഴികളല്ലാണ്ട് എനിക്കതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. ഇത് പ്രാവാണ് കേട്ടോ ഗൈസ്. പ്രാവുണ്ട് അപ്പുറത്ത്. പക്ഷെ ഞാൻ കാണിച്ച ഗ്രില്ലിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ അപ്പുറത്താണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു, എനിക്ക് കാണണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ കേജിലൊക്കെ ഫുള്ള് ലവ് ബേർഡ്സാണ്. ഇതിലും അതിൻ്റെ അപ്പുറത്തുള്ളതിലൊക്കെ ഫുള്ള് ലവ് ബേർഡ്സാണ് കേട്ടോ. നല്ല രസം അവിടെ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വേറെ സൗണ്ടുകളൊന്നുമില്ല. അന്തരീക്ഷത്തിൽ ഫുള്ളി കിളികളുടെയും കോഴികളുടെയും താറാവിൻ്റെയൊക്കെ സൗണ്ട്, ഓസ്ട്രിച്ചിൻ്റെ ഒരു സൗണ്ട്, അങ്ങനെയുള്ള ഒരു ഭയങ്കര നല്ല രസമാണ് അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി കാമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവർക്ക്. ഞാനത് എന്തായാലും ഞങ്ങൾ നടക്കാൻ പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ക്ലിപ്സൊക്കെ. ഇത് ഓസ്ട്രിച്ചാണ് കേട്ടോ. ഇതിൽ 3 ഓസ്ട്രിച്ചാണ് ഈ ഒരു കേജിലുള്ളത്. ഇതല്ലാണ്ട് വലിയ ഓസ്ട്രിച്ച് ഉണ്ട് കേട്ടോ വേറെ. അത് 2 എന്തോണ്ട്. അത് വേറൊരു ക്ലിപ്പിൽ നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലത്താണ്. അപ്പം അത് ആ ഒരു ക്ലിപ്പിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഏതോ ഒരു ടൈപ്പ് കോഴിയാണ് ഗൈസ്. ഞാനിതിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് അവിടെ വെച്ച് ഞാൻ അന്നാണ് കാണുന്നത് ആദ്യമായിട്ട്. പിന്നെ ഇതും വേറെ കോഴിയാണ്. ഇത് ഞാൻ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ ഇട്ടേക്കുന്നത്. കാരണം വേറൊന്നും കണ്ടിട്ടല്ല, ഒത്തിരി ലെങ്ത്തായി പോകും ഈ വീഡിയോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. ആക്ച്വലി ഈ ബാംഗ്ലൂർ വ്ളോഗ് ഫുള്ളായിട്ട് ഒരൊറ്റ വ്ളോഗായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വ്ളോഗ് ഫുള്ളായിട്ട് എടുത്ത് കഴിയുമ്പോൾ, കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയത്, നമ്മൾ അവിടെ പോയി കുറേ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയതും നല്ല രസമാണ്. അതൊക്കെ ഇങ്ങനെ ലൈക്ക് എങ്ങനെയാണ് അവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കുമ്പോൾ നല്ല ലെങ്തി ആകും വീഡിയോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ 2 ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗ് പോലെ ഒരു നെക്സ്റ്റ് വ്ളോഗ് ആക്കിയിട്ട് ഷോപ്പിംഗ് വ്ളോഗും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലാക്കാം. ഇതിൽ നമ്മൾ താമസിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി ഇതൊരു വ്ളോഗാക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. എൻ്റെ അപ്പം ഫോൺ വിളിക്കണ സൗണ്ട് അല്ലാണ്ട് ഇവിടെ വേറെ ഒരു സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കസിനച്ഛൻ വഴിയാണ് നമ്മളിവിടെ വന്നതല്ലോ. കസിനച്ഛൻ്റെ ഒക്കെ സെമിനാരിയാണ്. അപ്പം അച്ഛൻ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ. ഇത് ചവറ പിതാവാണ്. ചവറ പിതാവൊക്കെയാണ് ഈ സഭയുടെ ഫൗണ്ടർ. ചവറ പിതാവും പിന്നെ വേറെ 3 അച്ഛന്മാരും കൂടിയിട്ടാണ് കേട്ടോ ഈ സഭ തുടങ്ങിയത്. ഇത് എനിക്ക് തോന്നുന്നു
എത്രയാ 1958 അങ്ങനെ എന്തോ പണിതാണ് കേട്ടോ. ഇത് ഫുള്ള് കരിങ്കല്ല് വെച്ചാൽ പണിതേക്കുന്നത്. കണ്ടോ, ഫുള്ള് കരിങ്കല്ല് വെച്ചാൽ. നമുക്ക് ഭയങ്കര തണുപ്പാണ് ഇവിടെ. എത്ര ചൂടാണ് പുറത്തെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. പക്ഷെ ഇന്നിപ്പോൾ പുറത്ത് ഇതൊന്നുമില്ല കേട്ടോ, ചൂടൊന്നുമില്ല, തണുപ്പ് തന്നെയാണ്. ഇവിടെ ഫുൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും കേട്ടോ, അധികം സൗണ്ടൊന്നും ഉണ്ടാവില്ല. ആരും അങ്ങനെ അധികം പുറത്ത് ഇറങ്ങും അങ്ങനെയൊന്നുമില്ല. താഴെയൊക്കെ അച്ഛന്മാരെ താമസിക്കണേ, മേളിലാണ് ബ്രദേഴ്സ് താമസിക്കണത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബ്രദറാണോ അച്ഛനാണോ എന്ന് അറിയില്ല വന്നു. അപ്പോൾ അച്ഛൻ ആൾ ചിരിച്ചിട്ടങ്ങ് പോയിട്ടോ. കണ്ടോ ഇത് ചാപ്പലാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടെയാണ് കുർബാനയൊക്കെ നടക്കുന്നത്. ശരിക്കും ഇവിടെ എത്രയോ 150 ബ്രദേഴ്സും 70 അച്ഛന്മാരോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ ചാപ്പൽ, ഇവിടെയാണ് കുർബാന എല്ലാം. നമ്മൾ മുന്നേ ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, എന്നാലും വന്നിട്ടുണ്ട്. ഞാൻ സ്ഥലം എൻ്റെ അപ്പനും അമ്മയും. ഞങ്ങൾ മുന്നേ ഒരു തവണ വരുമ്പോൾ നട്ട ചെടികളൊക്കെ ഇപ്പോൾ വളർന്ന് പൂവുകളൊക്കെ ആയിട്ട്, അത് പറയാനാണ്. കണ്ടോ, അപ്പം ഇതെന്ത് സാധനമാണ്? പനയാണ് ഗൈസ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ ചാപ്പലിലൊക്കെ പോയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ ഗൈസ്. അമ്മ ഈ പൂവിന് എന്തെന്നാണ് അമ്മ പറയണത്? നമ്മൾ ജമന്തിയാ? ജമന്തി, കുറേ ജമന്തി കിട്ടും ഇവിടെ ഒന്ന്. വെന്തിയാ? ആ വെന്തിപ്പൂവ് കണ്ടോ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. അതാണ് കേട്ടോ എൻട്രൻസ്. ഈ സൈഡിലൊക്കെ ഉണ്ട് ഫുള്ള് ജമന്തി അല്ലേ പറയണേ? ആ പൂവാണ് നമ്മുടെ നാട്ടിൽ ഓണത്തിന് പൂക്കളിടുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ചെടി അല്ല പൂവ്. കണ്ടോ, ഇതിപ്പം ചാപ്പലിൻ്റെ ഫ്രണ്ട് കേട്ടോ. ചാപ്പലിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. അപ്പോൾ കണ്ടോ, നല്ല അത്യാവശ്യം കുറച്ച് വെയിലുണ്ട് കേട്ടോ. പക്ഷെ തണുപ്പാണ്, പക്ഷെ ചെറിയ വെയിലുണ്ട്. അങ്ങനെ കണ്ടോ, അതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. ചെറിയ വെയിലും എന്നാൽ തണുപ്പും, ചെറിയ വെയിലും കാറ്റും തണുപ്പും എല്ലാം കൂടിയുള്ള ഒരു പ്രത്യേകതരം അന്തരീക്ഷം. കണ്ടോ അവിടെ നിൽക്കണം. കണ്ടോ, നല്ല കാറ്റ് ഗൈസ്. വെയിലുണ്ട് പക്ഷെ കണ്ടോ നല്ല കാറ്റുമുണ്ട്. അത് ഹൈവേ ആണേ, ഹൈവേയാ. ഈ എൻട്രൻസ് അധികം അങ്ങനെ തുറക്കാറില്ല കേട്ടോ, എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ ഇടണത്. തുറന്ന് ഞാൻ കണ്ടിട്ടില്ല, തുറക്കുമായിരിക്കാം. കണ്ടോ ഈ മരം, പനയാണ് രണ്ട് സൈഡും. പന ഇവിടെയൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കേട്ടോ. കുറേ ചേച്ചിമാരുണ്ടാവും ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് കേട്ടോ. അതായത് കർണാടകക്കാർ, ബാംഗ്ലൂരുകാർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ തമിഴൻസും ഉണ്ട്, കുറേ ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഇവിടെ ഇങ്ങനെ വരും, ഇവിടെയൊക്കെ ചെടികളൊക്കെ നടും. കണ്ടോ, ഇതൊക്കെ വെട്ടി നിർത്തിയേക്കുന്നുണ്ടോ? ഇതൊക്കെ അവർ ചെയ്യുന്ന പരിപാടികളാണ്. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി 10-10:30 ശേഷം നമുക്ക് ഇവിടെ പുറത്തിറക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പട്ടികളുണ്ട് ഗൈസ്. ഇവിടെ എത്രയോ പട്ടികളുണ്ട്. ആ പട്ടികളെ അയച്ചു വിടും. അന്ന് വന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മളിവിടെ അച്ഛൻ്റെ കെയർഫിൽ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് വന്നപ്പോൾ ഞാനും അപ്പനും മാത്രം വന്നുള്ളൂ കേട്ടോ, അമ്മേനെ കൊണ്ടുവന്നില്ല. അപ്പം ഇനി വരുമ്പോൾ അമ്മേനെയും കൂട്ടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ അമ്മേനെയും കൂട്ടി വന്നേ. അപ്പോൾ അന്ന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു 10:30 ശേഷം പുറത്തിറങ്ങരുത് കേട്ടോ, പട്ടി കഴിച്ചിടുന്നത്. 10:00 ശേഷം നമ്മൾ എവിടെ പോയാൽ 10:30 മുന്നേ നമ്മൾ എവിടെ പോയാലും തിരിച്ചു വരണം. ഹായ്, ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നിറയെ ഉണ്ട്, അങ്ങ് ആ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മാവ്, അമ്മേ മാങ്ങ
കണ്ടോ നല്ല വലിയ ഉണ്ട മാങ്ങ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മാങ്ങ. എൻ്റെ അമ്മയപ്പനെ നടന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമുക്ക്. ഇത് ഗ്രോട്ടോയിലേക്കുള്ള എൻട്രൻസ് ആണ്, മാതാവിൻ്റെ ഗ്രോട്ടോ. ഉണ്ടത് ഗ്രോട്ടോ. അവിടെ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു പണി എന്തോ നടക്കാണെന്ന് തോന്നുന്നു. അച്ഛന്മാരാണോ അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വന്നവരാണോ? പണിക്ക് വന്ന ചേട്ടന്മാരാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം കണ്ടോ ഇങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ ഇതിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗ്രോട്ടോ. വെള്ളമൊന്നുമില്ല ഇവിടെ. ഗ്രോട്ടോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുകയാണ്. ഇവിടെയൊക്കെ പണി നടക്കുന്നതാണ് കേട്ടോ. തിരി കത്തിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. ലില്ലിച്ചെടി അല്ലേ ആണെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ തെറ്റാറില്ല. ഇതിലേ ഇറങ്ങാം. കണ്ട വേസ് ഇതുവഴിയാണ് നമ്മളിങ്ങനെ ഇറങ്ങുന്നത്. ഫുൾ നമ്മളൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എന്താ ഇതിന് പറയുന്നത് അന്തരീക്ഷമാണ് കേട്ടോ ഇത്. ശരിക്കും ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഇതിനു മുമ്പ് ഫീൽ ചെയ്തത് എപ്പോഴാണെന്നറിയോ? മൈസൂർ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ. അയ്യോ ആ ടെമ്പിളിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. മറ്റേ നമ്മുടെ അക്കുസുട്ടനെയൊക്കെ പോലത്തെ ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ ഉള്ളത്. അവരുടെ ഒരു നമ്മൾ ട്രിപ്പ് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ പിക്നിക്കൊക്കെ പോകത്തില്ലേ, അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും എല്ലാവരും തന്നെ എന്ന് പറയാം കൊണ്ടുപോകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടു. ഇത് നല്ല രസമുണ്ടല്ലേ. ഞാൻ ഇപ്പോൾ കണ്ടോ കാണുന്നത് പോകുമ്പോഴൊക്കെ നമ്മൾ കയറുന്നതാണ് കേട്ടോ. അവിടെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴാണേ കാണുന്നത്. കണ്ടോ നല്ല രസമില്ലേ പൂക്കളൊക്കെ വന്ന്. ഓർക്കിഡാന്ന് തോന്നുന്നു. നമ്മ ഇത് ഓർക്കിഡാണോ ആ മുകളിൽ അല്ലേ? ഓർക്കിഡല്ലാന്ന് ഗൈസ്, വേറെ എന്തോ ഒരു ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാനായിട്ട്. ഈ ഒരു ആർച്ച് പോലെ. ഇത് സൂര്യകാന്തിയാണ് കേട്ടോ. ഇത് ഫുള്ള് സൂര്യകാന്തി ചെടിയാണ്, പക്ഷെ സൂര്യകാന്തി ഉണ്ടായിട്ടില്ല. അപ്പം അവിടെയാണ് എനിക്കിതിനു മുമ്പ് ഇത്രയും ഒരു പീസ്ഫുൾ അന്തരീക്ഷം അല്ലെങ്കിൽ ഇത്രയും ഒരു പോസിറ്റിവിറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൈസൂരിലുള്ള ഇതാണ്. ആ വിശുദ്ധ നഗരത്തിലെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. ലൈവല്ല ഇത് കണ്ടോ ഗൈസ്, ഇത് ഹോളി ലാൻഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അവിടെയുള്ള ഓരോ സംഭവങ്ങളും ഇത് ശരിക്കും ഇവിടുത്തെ ബ്രദേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് അച്ഛനാവാനുള്ള വീണാനെ അച്ഛനാവാൻ പഠിക്കുന്ന ബ്രദേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്, ഹോളി ലാൻഡിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഇതുണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതായത് ഹോളി ലാൻഡിലുള്ള ഓരോ സംഭവങ്ങളും ഇവിടെ മിനിയേച്ചറായിട്ട് ഇങ്ങനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ് കേട്ടോ. കണ്ടോ, ഹൗസ് ഓഫ് സൈഫാസ്, പാലസ് ഓഫ് ഹെറോഡ്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഫോർട്രസ് ആൻറ്റോണിയ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കാൽവരി മൗണ്ട് ഇല്ലേ, കാൽവരി മല, അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂൾ ഓഫ് ബെത്സൈദ അവിടെ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ എഴുതി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ജൊപ്പ, ഇങ്ങനെ ഇതൊക്കെ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അതൊക്കെയാണ് ഇവരിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്ന പരിപാടിയാണ് കേട്ടോ. അത് അന്ന് വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾ ഇതൊക്കെ കൊണ്ട് കാണിച്ചു തന്ന സമയത്ത് അച്ഛൻ പറഞ്ഞതാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. ഇവിടെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ബാംഗ്ലൂരിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ളവർ, കേരളത്തിൽ നിന്നുള്ളവർ ഒന്നും മാത്രമല്ല കേട്ടോ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ മറ്റേ എന്താ പറയുക, ഒരു പോലീസ് വണ്ടി പോകുന്നു ഗൈസ്, എന്താ ഇതിനെ പറയുന്നത്, കുറേ ഫോറിൻസും ഉണ്ട് കേട്ടോ, കുറേ ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. കുറേ പേര് അച്ഛനാവാൻ പഠിക്കുന്ന കുറേ പേരുണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇവിടെ പഠിക്കുന്നവരാണ് അച്ഛനാവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫുൾ മരങ്ങളാണ് ഇവിടെ ഫുൾ മരങ്ങളാട്ടോ. ആ പോലീസുകാരൻ എന്നൊക്കെ ചിരിക്കുന്നത്.
കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഞാനൊരു ഓസ്ട്രിച്ചിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ് കേട്ടോ ഈ ഓസ്ട്രിച്ച്. കണ്ടോ, ഐഷ് വലിയ ഓസ്ട്രിച്ചാ. ആ ഒരു അണ്ണാങ്കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഓസ്ട്രിച്ച് ഇതിൻ്റെ അപ്പുറം കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, അത് ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അവിടെ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടാണ്, അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ്. ഇവിടെ ഒരു ഓസ്ട്രിച്ച് ഉണ്ട്. പിന്നെ അടുത്തത് അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഒരു ഓസ്ട്രിച്ച് ഉണ്ട്. കണ്ടോ, ഒരു ബ്ലാക്ക് ഓസ്ട്രിച്ച്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 2-3 ഉണ്ടായിരുന്നു. ഇനി മാറ്റിയിട്ടതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങോട്ട് ഇവിടെ 3 ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ 2 കാണുന്നുള്ളൂ. സോറി ഗൈസ്, അറിയാണ്ട് എൻ്റെ കൈ പെട്ടുപോയി. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതവിടെ ഒളിച്ചങ്ങ് നിൽക്കുക. കണ്ടോ, അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഓസ്ട്രിച്ചുകൾ. ബാക്കി കാണിച്ചു തരാവേ ഗൈസ്. നിങ്ങൾക്ക് ഈ മരം എന്താണെന്നറിയോ, ഇതുപോലത്തെ കുറേ പൂവുകളും പിന്നെ മറ്റേ ഉണ്ടുണ്ട് പോലത്തെ കുറേ, കണ്ടോ ഇവ താഴെയൊക്കെ കിടക്കുന്നുണ്ടോ, ഇതുപോലത്തെ കുറേ കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പനോടൊക്കെ ചോദിച്ചിട്ട് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം, നിറയെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഇതെന്ത് സംഭവമാണെന്ന് അറിയണവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എപ്പോഴും കുറേ പണിക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലായിടത്തും. ഞാൻ ഒരാളെ കാണിച്ചിട്ടേ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈസൂരുള്ള ആ ഒരു ടെമ്പിളിൽ അക്സറിനെ പോലത്തെ ആൾക്കാരുണ്ടാവുന്നത്, അവരാണ് കേട്ടോ. കണ്ടോ 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 കണ്ടോ, അതുപോലത്തെ ആള് കണ്ടോ. ഞാൻ പറഞ്ഞുള്ളൂ, ആളിപ്പോൾ കണ്ടു. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ കൂടെ ഉള്ളത്. ഗസ്റ്റുകളെ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ആ പുള്ളീനെ കണ്ടോ, ഇവരുടെ ടെമ്പിൾ കേട്ടോ, അവരുടെ ടെമ്പിളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ പോകുമ്പോൾ കുറേ ഇതുപോലത്തെ കുറേ ചെറിയ ചെക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവരെയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് കൈയൊക്കെ കാണിച്ച് അവരോടൊക്കെ സംസാരിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു നല്ല ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഫുള്ളുള്ളത്. അപ്പം ഇതൊക്കെ കുറേ വർഷങ്ങളായ മരങ്ങളാണ് കേട്ടോ ഗൈസ്. കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിനൊക്കെ. കണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ കണ്ടോ എന്തോ രസമാണ് നോക്കുക. എന്തോ വലിയ മരം, അതിൻ്റെയൊക്കെ മുകളിൽ വരെ കയറാം, പക്ഷെ അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. അതാ പറഞ്ഞത്, പക്ഷെ അതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ പണി നടക്കണേണ്, ഇവിടെ പണി നടക്കണേണ്. അതാണ് ഇങ്ങനെ നടക്കണം. അതിൻ്റെ അപ്പുറത്തെ വെള്ളം ക്ലിയറാണ്. ഇവിടുത്തെ എന്താണാവോ പണി എന്തോ നടക്കണേർന്ന്. ഇത് ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ കോർട്ട്, ഇവിടെയൊക്കെ പണി നടക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്തോറുമുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗുൽമോഹറിൻ്റെ ചെടിയുണ്ട് ഗൈസ് ഇവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ട് പോയപ്പോഴേ, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് പോയായിരുന്നേ. നഖം വെക്കൂലേ, പണ്ട് നമ്മൾ നഖം വെക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക്ക് നഖം വെക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ ഇന്നിപ്പോൾ കാണുന്നില്ല. അന്ന് ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ടേ എൻ്റെ അപ്പനതെടുത്ത് കളഞ്ഞു ഗൈസ്. കിട്ടി യെസ്, ഗോട്ട് ഇറ്റ്. നമുക്ക് നഖം വെക്കാട്ടോ ഇത് വെച്ചിട്ട്. ഇത് ഞാൻ എടുത്തുകൊണ്ട് പോയേ, റൂമിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അപ്പനെടുത്ത് കളഞ്ഞു ഗൈസ്. എന്നിട്ട് പറയണേ, ഇതിലേക്ക് നോക്കാൻ പാടില്ല, ഈ പൂവിലേക്ക് നോക്കാൻ പാടില്ല, കണ്ണിന് എന്തോ പറ്റുന്നു. ആരതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കറിയില്ല, ഇനി ഉള്ളതാണോന്ന് അറിയില്ല കേട്ടോ. എടുത്തു കളഞ്ഞു. ഞാൻ എന്നിട്ട് എവിടെയോ എന്തോന്ന് ഫ്രഷായി തിരിച്ചു വന്നപ്പോൾ നോക്കുമ്പോൾ ടേബിളിൽ ഞാൻ വെച്ച സാധനമില്ല, ഡസ്റ്റ്ബിന്നിൽ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. അപ്പോൾ പറയണം ഞാൻ എടുത്തു കളഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മൾ അപ്പനെ കാണിക്കാണ്ട് കണ്ടോ എടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കും മിക്കവാറും. കഴിഞ്ഞ മുമ്പ് തന്നെ അപ്പം കളയണതിന് മുന്നേ തന്നെ കയ്യിലൊട്ടിക്കാം കേട്ടോ. ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. എനിക്ക് ഓൾറെഡി കുറച്ച് നഖമുണ്ട്, വെട്ടിക്കളഞ്ഞു കുറച്ച്. അപ്പോൾ ഇത് വെക്കാം. കണ്ടോ ഗൈസ്, നമ്മളുടെ എറണാകുളത്തുണ്ടല്ലോ ഇതുപോലെ മരമുള്ളൊരു സ്ഥലം HMTയുടെ അവിടെയാണ് കേട്ടോ, കളമശ്ശേരി HMT. ആ വഴി കൂടെ പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡും ഇങ്ങനെ മരങ്ങളാണ്, ഫുൾ മരങ്ങൾ. അങ്ങനെയാണ് കേട്ടോ. അതിൽ പോകുമ്പോൾ
അല്ലാതെ ഇതുപോലെ മരങ്ങളുള്ള സ്ഥലമൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഉണ്ട്, എന്നാലും ഭയങ്കര കുറവാണ്. ഈ ഒരു തണൽ കിട്ടുന്നത് HMTയുടെ അതിൽ പോകുമ്പോഴാണ് കേട്ടോ, എറണാകുളത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ മൊത്തത്തിലല്ല പറയുന്നത്, ഒരു എടപ്പള്ളി കളമശ്ശേരി ഭാഗത്തൊക്കെ, കളമശ്ശേരിയില ഇങ്ങനെ ഇതിലും കുറച്ചുകൂടി മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതൊക്കെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ പാർക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ ക്രൈസ്റ്റാണേ. ഇത് തിയോളജി ഫാക്കൽറ്റി, തിയോളജിയുടെ സെഷനാണ്. അച്ഛനമ്മ പഠിക്കുന്നവർ പഠിക്കേണ്ട ഒരു മെയിൻ സംഭവമാണ് കേട്ടോ തിയോളജി. അങ്ങനെ ഇതിനിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഒരു റോഡിലേക്കാണ്. അതിലേ പോയി കഴിഞ്ഞാൽ എന്താ, അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്, പിന്നെ അവിടെ കുറേ ഹോസ്റ്റൽസ്, PGs, പിന്നെ എന്താ പറയുക, ഒരു കോൺവെൻ്റ് ഉണ്ട്, ധ്യാന കേന്ദ്രം ഉണ്ട്, കുറേ കടകളുണ്ട്. നമ്മളുടെ എടപ്പള്ളിയിൽ ഒരു മൗസി എന്ന് പറഞ്ഞിട്ട് അവിൽ മിൽക്കിൻ്റെയൊക്കെ ഒരു ഷോപ്പില്ലേ, അത് ഇതിൻ്റെ അവിടെ ഉണ്ട്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ സാഹസത്തിനൊന്നും മുതിർന്നിട്ടില്ല. പിന്നെ അതൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ ബാമ്പു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊന്നും വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് വീട്ടിൽ ബാമ്പു ഒക്കെ വളർത്താൻ. പക്ഷെ ഞാൻ വെള്ളമൊന്നും വെക്കില്ല ചെടിക്കൊന്നും. പക്ഷെ എനിക്ക് ബാമ്പു ഇഷ്ടമാണ്. ഇവിടെ കുറേ ബാമ്പു ഉണ്ട്. അവിടെ ആ കാണുന്ന ബിൽഡിങ് ശരിക്കും പറഞ്ഞാൽ വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അന്ന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞതാണേ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണത്. അവിടെ കുറേ എംപ്ലോയീസൊക്കെ ഉണ്ട്. ഒരു വലിയൊരു അടിപൊളി ബിൽഡിംഗ് ആട്ടോ അത്. അങ്ങനെ വലിയൊരു ബിൽഡിങ് കണ്ടാലും പറയും ഒരു മൾട്ടിനാഷണൽ കമ്പനി മൂഡ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പുറേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാം, എന്നിട്ട് കാണിച്ചു തരാം. ഈ ഒരു റൂട്ട് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പം ഓക്കേ, പിന്നെ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ദേ ഗൈസ്, ഞാൻ നഖം വെച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പം അമ്മേനോട് പറഞ്ഞ ദേടി ഇവിടെ നിറച്ച് പൂവുണ്ടെന്ന്. കണ്ടോ, ഓണത്തിനിടുന്ന പൂവ്, ചെത്തിയാ, ജമന്തിയാ, വെന്തിയാ, ആ സാധനം. ഇവിടെ ഫുൾ യെല്ലോ പൂവാണ് കേട്ടോ ഗൈസ്. ഇത് സെൻട്രൽ ലൈബ്രറി ആണ് കേട്ടോ, അവരുടെ ലൈബ്രറിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഞാനിത് നഖം ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ചെറുതാണ്. സാധാരണ ഞാൻ അന്നെടുത്തത് കറക്റ്റ് നല്ല വലുതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് ചെറുതാണ്. അതുകൊണ്ട് കയ്യിൽ കണ്ടോ, ഈ ചെറിയ വിരൽ പോലും അത് ഇതാവില്ല. എന്നാലും ഞാനിത് ഒട്ടിക്കും. അതാണ് ലൈബ്രറി. അവിടുത്തെ ഇപ്പോൾ 2 സിസ്റ്റേഴ്സ് ഇറങ്ങിപ്പോയിട്ടോ. കുറേ ബുക്കുകളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, നമ്മളൊന്നും കയറാൻ പറ്റില്ലായിരിക്കും. ഇവിടെ ഇങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ സാധനങ്ങൾ. കണ്ടോ ഗൈസ്, കണ്ടോളൂ നിങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ നഖം. അയ്യോ, ഇപ്പം എൻ്റെ നഖം ഒടിഞ്ഞു പോയാൻ. കണ്ടോ, ഫുൾ ഓഫ് നഖം. ഞാൻ 5 എണ്ണം ഒപ്പിച്ചു ഗൈസ്, 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. ഇനി ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിയെടുത്ത് 5 എണ്ണം ആക്കി ഗൈസ്. കണ്ടോളൂ, ദിസ് ഈസ് മൈ ന്യൂ നെയിം. ആൾക്കാർ പ്രാന്താന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെ ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഞാൻ എൻ്റെ ഫേസ് ഇട്ട് പറയാം. ഇനി നിങ്ങൾക്കൊന്നും കാണാനില്ല, ബാക്കി ഞാൻ എൻ്റെ ഫേസിൽ കാണിക്കാം. ഹായ്, ഇത് ഞാനിപ്പോഴാണ് ഗൈസ് കാണുന്നത്. കണ്ടോ, ആമ്പൽ. അയ്യോ, സൂം ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് കാണിച്ചു തരാം. കണ്ടോ, വലിയ ആമ്പലാണ് ഗൈസ്. ഇത് ആമ്പൽ തന്നെ അല്ലേ, അമ്പലമാണ്. ഇതാണ് കണ്ടോ, ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് ഗൈസ്. ഞാൻ വലിയായിരുന്നു നിങ്ങളെ ഇങ്ങനെയൊക്കെ വെച്ച് നഖമൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നഖം പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ നഖം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടി 2 അച്ഛന്മാർ പോകണ്ടായിരുന്നു ബൈക്കിൽ. അവരൊക്കെ ഇങ്ങനെ നോക്കുന്നത്, എന്നെ നോക്കി എൻ്റെ അപ്പനും അമ്മയും നിൽക്കുന്ന കണ്ടിട്ട്. വയ്യാത്ത വെച്ചാണെന്ന്, അതുകൊണ്ടായിരിക്കും ഈ അപ്പനും അമ്മയും ഇങ്ങനെ ഇത് നോക്കി നിൽക്കുന്നത്, ചെയ്യണതൊക്കെ നോക്കി നിൽക്കുന്നതെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അവർ നോക്കിയിട്ടുണ്ടാവുക. ഇത് കണ്ടോ, ഇവിടത്തെയൊക്കെ തെങ്ങിന് ഫുള്ളിങ്ങനെ ഞമ്പറത്തേക്കാണ് കേട്ടോ. അപ്പം തെങ്ങിൽ കയറി ഇടുന്ന ഓരോ
അപ്പോൾ ഓരോ തെങ്ങിൽ കയറി തേങ്ങ ഇടുമ്പോഴും ഏത് തെങ്ങിൽ നിന്നാണ് തേങ്ങ ഇട്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തെങ്ങിലൊക്കെ നമ്പർ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ, ആളച്ഛനാണ് കേട്ടോ. അപ്പം അച്ഛൻ ഇവിടെയാണ്, സോറി ഗൈസ്, അച്ഛൻ ഇവിടെയാണ് ഫിലോസഫി പഠിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്താ, ഇനി അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഫുൾ ഗുൽമോഹാറിൻ്റെ ചെടികളുണ്ട് കേട്ടോ കുറേ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി എടുത്തിട്ട് ഇത് എടുക്കാൻ തോന്നും. കണ്ടു ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് നടക്കട്ടെ. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിയാറായിട്ടുണ്ടാവും. ഇനി റൂമിൽ പോയിട്ട് ഫോണൊക്കെ ചാർജിന് ഇടണം. പിന്നെ എന്താ, പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം ഉച്ചയ്ക്ക്. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അയ്യോ എൻ്റെ കൈയൊക്കെ വേനെടുക്കുന്നു. ഇങ്ങനെ വീഡിയോ എടുത്ത് ഭയങ്കര ഇവിടെയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡും വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കട്ടെ. ഫുൾ വീഡിയോ എടുത്ത് നടന്നത് ഇന്ന്. അപ്പോൾ ഇനി ഫുള്ളിങ്ങനെ വെറുതെ നടക്കട്ടെ. അമ്മ അത്രയൊക്കെ ആയിട്ട് സംസാരിച്ച് നടക്കാം. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. എൻ്റെ മുടിയൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, പിന്നെ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.